ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു. ഞാൻ കട്ടപ്പന ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 2024 9-ാം മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. 12-ാം മാസം 24-ാം തീയതി ഞാൻ പുതുക്കാൻ വന്നപ്പോഴത്തേക്കിനും 23-ാം തീയതി എൻ്റെ മോനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് രണ്ട് മോനുമായിട്ട് ബൈക്കിൽ പോയപ്പം കാറും ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. മോന് പുറകിലിരുന്ന കാരണം കൊണ്ട് തെറിച്ചു പോയി. തല നല്ലതുപോലെ പോയി ഇടിച്ച് തലച്ചോറെല്ലാം വെളി ചാടി ഭയങ്കരമായിട്ട് സീരിയസ് ആയിരുന്നു. ബൈക്ക് ഓടിച്ചോയിരുന്ന മോനെ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ മോന് തെറിച്ച് വീണും ബ്ലഡിൽ കുളിച്ച് കിടന്നതുകൊണ്ട് ആരും എടുക്കാനായിട്ട് മുതിർന്നില്ലായിരുന്നു. പിന്നെ ഒരു ഓട്ടോക്കാരൻ അവിടെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും 2 ദിവസം വരെയും ഒന്നും പറയാറായിട്ടില്ല. മറ്റേ മോൻ അപകടനില തരണം ചെയ്തു. ഈ മോൻ 1% പോലും പറയാനൊന്നും പറ്റത്തില്ല ചേച്ചി. അത് കാരണം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് പറഞ്ഞ് രാത്രിയിൽ എന്നെ ഇവൻ്റെ കൂട്ടുകാരൻ പിള്ളേർ എന്നെ വിളിക്കുമായിരുന്നു. ചേച്ചി ഇങ്ങനെ മോന് ആക്സിഡൻ്റ് ഉണ്ടായി, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വെൻറ്റിലേറ്ററിലായിരുന്നു. 3-ാമത്തെ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടിയിലായിരുന്നു ഞാൻ. അന്നേരം ഞാൻ എൻ്റെ കയ്യിലിരുന്ന നേർച്ച വസ്തുക്കളെല്ലാം എടുത്ത് ഹോസ്പിറ്റലിൽ പോയി. ഇവന് 3-ാമത്തെ ദിവസം എൻ്റെ ആങ്ങളയുടെ ഭാര്യ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ പറഞ്ഞു ഫോട്ടോ എടുത്ത് പേപ്പർ തരണമെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്ത് പേപ്പർ പ്രിൻ്റ് ചെയ്ത് അച്ഛനെ കണ്ട് അച്ഛൻ അത് കൈവച്ച് പ്രാർത്ഥിച്ച് തൈലം പൂശി കൊണ്ടുവന്ന് കാശുരൂപവും കൊന്തയും തന്ന് വെഞ്ചേച്ച് അത് ഇവൻ്റെ തലവെണ്ണയുടെ അടിയിലും വെച്ച് പ്രാർത്ഥിച്ചു. അത്രയും 15 ദിവസം ഇവൻ വെൻറ്റിലേറ്ററിൽ കിടന്നു. ഒന്നും പറയാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് 15 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നിട്ട് ഇവന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭക്ഷണമൊന്നും ഇവന് എടുക്കുന്നില്ലായിരുന്നു. 2-ാമത്തെ ആഴ്ച ഡോക്ടർ പറഞ്ഞു ഒരു ശകലം കടിഞ്ചായ തരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും നേർച്ച വസ്തുവിൽ തൈലം ഞാൻ ഇവനെ കാണാൻ എന്നെ മാത്രമേ കയറ്റത്തുള്ളായിരുന്നു. അവിടുന്ന് ഞാൻ ഇവൻ്റെ പെരുവിരൽ മുതൽ ഇവൻ്റെ തല വരെ ഞാൻ തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവനെ കണിഞ്ചായ ചോദിച്ചപ്പോഴത്തേക്കിനും അതിനകത്ത് തേനും തേനിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് കഴിഞ്ഞ് തുടരെ 250 മില്ലി വെച്ച് വെള്ളം പോലെ ഭക്ഷണമാക്കി അരച്ച് ട്യൂബിൽ കൂടെ മൂക്കിൽ കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നേരപ്പോഴത്തേക്കിനും ഇവന് അതിനകത്ത് ചോറരച്ചും റാഗിപ്പൊടിയും അതും ഇതുമെല്ലാം ഇവർ പറഞ്ഞ പ്രകാരം എല്ലാം അരച്ച് പേർക്ക് കൊടുത്തതിനകത്തെല്ലാം തേനും ഉപ്പും ചേർത്ത് മകന് കൊടുത്തു. എന്നൊന്നു പറഞ്ഞ പോലെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാനിവനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവൻ 15 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നെങ്കിൽ ഒരു സൈഡിൽ സ്കള്ള് മാറ്റി വെച്ച് ലാബിൽ വെച്ചേക്കുമായിരുന്നു. 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അത് ഇവനെ കണ്ണ് തുറക്കത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു 1000-ൽ ഒരാൾക്കൊക്കെ ഇങ്ങനെ സ്കള്ള് മാറ്റി വെച്ചേച്ച് കണ്ണ് തുറക്കാതിരിക്കത്തുള്ളൂ. ഇവനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല, ഇവൻ ചെറുപ്പമല്ല എന്നൊക്കെ ഓർത്ത് ഞാൻ എന്നിട്ട് മാതാവിനെ കൈവിട്ടില്ല. ഈശോയെ ഒരു പ്രാവശ്യമെങ്കിലും മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്നതല്ലേ, എൻ്റെ കൊച്ചിനെ കൈവിടല്, അവൻ്റേതായ കാര്യങ്ങളിലെല്ലാം അവൻ തന്നെ ചെയ്യാനുള്ള രീതിയിൽ എനിക്ക് എൻ്റെ കൊച്ചിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഹസിൻ്റെ ബ്രദർ കൂട്ടരെല്ലാം ഡൽഹിയിലൊക്കെ ഡോക്ടർമാരുണ്ടായിരുന്നു. ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തപ്പോഴത്തേക്കിനും 1% പോലും മോനെ രക്ഷപ്പെടാൻ സാധ്യതയില്ല ചേച്ചി, പ്രതീക്ഷയ്ക്ക് വകയേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടൊക്കെ അയച്ചപ്പോഴത്തേക്കിനും അവിടെ നിന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അന്നേരം ഞാൻ മാതാവിനെ മാത്രം കൈവിടാതെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് എടുത്ത് റൂമിലേക്ക് വന്ന് പിന്നെയും 15 ദിവസം പിന്നെയും കൂടെ കിടന്നപ്പോഴത്തേക്കിനും ഇവൻ കണ്ണ് തുറക്കാതെ വന്നപ്പോഴത്തേക്കിനും ഞാൻ മാതാവിനെ കൈവിടാതെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ ഒരു ദിവസം രാവിലെ പരിശോധനയ്ക്ക് വന്നപ്പോൾ പറഞ്ഞ് ചേച്ചി ഇവൻ കണ്ണ് തുറക്കാത്തത് സ്കള്ള് ലാബിൽ വെച്ചേക്കുന്നത് എടുത്ത് വെക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാമെന്നും പറഞ്ഞ് 2-ാമത്തെ സൈഡിൽ സ്കള്ളെടുത്ത് വെച്ച് അന്നേരം തന്നെ ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മാതാവിനെ അനുഗ്രഹിച്ച് നല്ല രീതിയിൽ തന്നെ അവിടുന്ന് 38 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്ചാർജായി. തൃശ്ശൂർ ഇലൈറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഞരമ്പ് എടുത്ത് വേറെ സ്ഥലത്തുനിന്ന് വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് അവിടുന്ന് സാമ്പത്തികമായിട്ടും ഞാൻ ഏലത്തോട്ടത്തിൽ പണിക്ക് പോകുന്ന എനിക്ക് പൈസ ഒന്നുമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ മാതാവ് എനിക്ക്
പൈസ തന്ന് 5 ലക്ഷം രൂപ അവിടെ കൊടുത്ത് കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ കൈയെല്ലാം മൂവ്മെൻ്റായി നല്ലവണ്ണം മുട്ടിൻ്റെ അവിടെ വരെ വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇങ്ങോട്ട് വരാനുണ്ട്. പിന്നെ പ്രതീക്ഷിക്കാതെ സ്കൂളിൽ നിന്നും പള്ളിയിൽ നിന്നും എല്ലാവരും കസിൻ ബ്രദറും എല്ലാവരും എനിക്ക് പൈസ തന്ന് സഹായിച്ചു. പിന്നെ ഒത്തിരി ഒന്നും കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ വന്ന ആദ്യത്തെ ഉടമ്പടി എടുത്ത് പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് കൊച്ചിനുണ്ടായത്. അത് കാരണം കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളും എല്ലാം ദൈവത്തിനായിട്ട് സമർപ്പിച്ച് മാതാവിനെ കൂട്ടുപിടിച്ച് ജീവിക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് ഇവിടം വരെ എത്തിക്കാനായിട്ട് സാധിപ്പെട്ടത് ഈശോയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. എനിക്ക് വേറെ ആരോടും മിണ്ടാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങിയാണ് ഇവിടം വരെ എത്തിയത്. ദൈവം ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നേനെ. ഈശോയ്ക്കും തിരുക്കുമാതാവിനും 1000 നന്ദി.